പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മളിപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഇടയ്ക്കൊന്ന് സംസാരിക്കുന്ന മാത്രം. ഹജ്ജിൻ്റെ വിഷയങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സൂറത്തു അൽ ബക്കറ 2-ാം അധ്യായം 196, 197 ഒക്കെ വിശദീകരിച്ചു. വൈദാ ഫളത്തും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അറുൽ ഹറാം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഒരു സ്ഥലമാണ്. ചില ആളുകൾ അപ്പോൾ സംശയം പറയണേ, ഇപ്പോൾ ഈ സ്ഥലം അല്ലെങ്കിൽ എങ്ങനെ പിന്നെ അവിടെ മശ്അറുൽ ഹറാം എന്നുള്ള പേര് വന്നു, മുസ്ദലിഫ എന്നുള്ള പേര് വന്നു, എന്താണ് സലഫ, എന്താണ് ഇസ്ദലഫ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് സംസാരിക്കും. എന്താണ് ഈ മശ്അറുൽ ഹറം എന്ന വാക്കിനൊരർത്ഥല്ലേ? ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചരിത്രപരമായ സ്ഥലങ്ങളും ആളുകളും തെളിവാക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളും ആളുകളുടെയൊക്കെ തെളിവാക്കി നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അത് അവരുടെ മതത്തിൽ പറഞ്ഞതാണ്, അത് നമുക്ക് സ്വീകാര്യമല്ല എന്നാണ് നമ്മൾ പറയാം. ഞങ്ങളെ നാട്ടിലൊക്കെ കുന്തിപ്പുഴ ഉണ്ട്. അന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. എന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ ഇത് കേട്ടിട്ട് എന്നെ അന്വേഷിച്ച് ആ ഭാഗത്ത് കൂടി ചില ആളുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്പർ കിട്ടാറുണ്ട്. അപ്പോൾ അതിലൊരു ഐതിഹ്യമുണ്ട്. അവിടെ കുന്തി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് കുളിച്ചതാണ്. അങ്ങനെയാണ് അവിടെ തന്നെ ആ പുഴയിൽ തന്നെ ഒരു പാത്രക്കടവുണ്ട്. ഒരു പാത്രം കഴുകിയ കടവാണത്. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വീഴുമലുണ്ട്. ലങ്കയിൽ നിന്ന് മല ഹനുമാനെ കൊണ്ടുവരുമ്പോൾ ഒരു പൊട്ട് വീണതാണ്. അങ്ങനെ വീഴുമല ഉണ്ടായി. ഇങ്ങനെ 100 കണക്കിന് ഐതിഹ്യങ്ങളും അതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ കെട്ടുകഥയും ഊഹങ്ങളും മാത്രമാണെന്ന് നമ്മൾ വാദിക്കുകയും വാദിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യും. വാദിച്ച് അതിനെ നിഷേധിക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവമല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മശ്അറുൽ ഹറാം എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പ്ലേസ് പിന്നീട് അവിടെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞ മശ്അറുൽ ഹറാം അവൻ്റെ ഷുഊർ ഉള്ള, അവൻ്റെ ഇഹ്സാസ്, അവൻ അനുഭവിച്ചറിയുന്ന അവൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ ഇടമാണത് എന്ന് അവനോട് പറഞ്ഞ അത് മശ്അർ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന് നമ്മൾ വാദിക്കും. അയോധ്യ എന്ന് പറയുന്നത് നമ്മൾ പറയും അങ്ങനത്തെ ഒന്നുമില്ല, യുദ്ധം നടക്കുന്നത് മനുഷ്യ മനസ്സിലാണ്, അതാണ് അയോധ്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതല്ല ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകാര്യമല്ല. പക്ഷെ നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അത് ഭയങ്കര കുറ്റമായി, അത് പൊറുക്കാത്ത പാപമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അതെന്തോ ആകട്ടെ, അതുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ എന്താണ് ഇതിൻ്റെ ആന്തരികമായ തലാണ് പരിശോധിക്കുന്നത്. നമ്മൾ മക്കത്തെ ജനിച്ച മുഹമ്മദിനെ നിഷേധിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഖുർആൻ പറയുന്ന മുഹമ്മദ് എന്താണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഏതോ ക്ലാസ്സിൻ്റെ ചോട്ടിൽ ഒരു കമൻറ്റ് കണ്ടു. ഖുർആൻ പറഞ്ഞ മുഹമ്മദ് ഏതാണ് മേഖല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റതിനെ നിഷേധിക്കാനൊന്നും നമ്മളാളല്ല. മക്കയിൽ ജനിച്ച മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരാളില്ലേ, അയാൾക്കല്ലേ ഈ ഖുർആൻ ഇറങ്ങിയത് എന്ന രീതിയിലുള്ള ആ സംസാരങ്ങൾക്കൊന്നും നമുക്ക് മറുപടി ഇല്ല എന്നർത്ഥം. മറുപടി പറയാനില്ല. നമ്മൾ അതിനെ നിഷേധിക്കാനൊന്നും നമ്മൾ ആളല്ല എന്നർത്ഥം. നമ്മൾ ഖുർആനിൽ പറയുന്ന മുഹമ്മദ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അത് അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് ജനിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. അബ്ദുള്ള ആരാണ്? അത് ഈസയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പുറത്തുള്ള അബ്ദുള്ള ഉണ്ട്, അത് നമ്മുടെ വിഷയമല്ല. പുറത്ത് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച മുഹമ്മദ്
അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഖുർആൻ പറഞ്ഞ മുഹമ്മദ്. ഖുർആൻ പറയുന്ന മുഹമ്മദ് അബ്ദുള്ളയിൽ നിന്ന് അബ്ദുള്ളക്ക് ശേഷം ജന്മമെടുക്കുന്നതാണ്. ആരാണ് അബ്ദുള്ള? അത് ഖുർആൻ പറഞ്ഞതാണ്. ഈസയാണ് അബ്ദുള്ള എന്നുള്ളത്. ഇന്നി അബ്ദുല്ലാഹി ആത്താനിയൽ കിതാബ് വജാലനി നബിയ വജാലനി മുബാറക്കൻ ഐനമാ കുന്തു വ ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദുംതു ഹയ്യ എന്ന് ഈസ അലൈഹിസ്സലാമാണ് പറയുന്നത്. അപ്പോൾ ആ മേഖലയ്ക്ക് ശേഷം പിന്നീട് ഇവൻ്റെ ബോധതല വികാസം സംഭവിച്ചവനിൽ നിന്ന് ജന്മമെടുക്കുന്ന അതാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അതാണ് ഖുർആനികമായി എനിക്ക് പറയാനുള്ളത്. വേണ്ട എൻ്റെ സഹോദരങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലാത്ത ആളുകൾക്ക് തള്ളിക്കളയാം. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ മഷറുൽ ഹറാം, മിസ്ർ, ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഈ ആളുകൾക്ക് ഉണ്ടായ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പിന്നീട് തുടർ ക്ലാസ്സുകളിലൊക്കെ കൂടുതലായിട്ട് വരും. ഇനി അടുത്ത വചനം സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസു വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂർ റഹീം. ചെറിയൊരു വചനം, അതൊന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ക്ലാസ് ആയിട്ട് എടുക്കാം, ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന. സുമ്മ അഫീലു എന്ന് പറഞ്ഞാൽ പിന്നെയും നിങ്ങളിലേക്ക് വിജ്ഞാനത്തിൻ്റെ ഫൈലാൻ ഒഴുക്കുണ്ടാക്കുക. അറിവാകുമ്പോഴാണ് അങ്ങനെ. ഒരു സ്ഥലത്ത് നിന്ന് ഒഴുകിയാൽ പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ അവിടുന്ന് പോകുക. ഇപ്പം മുസ്ദലിഫയിൽ നിന്ന് ഫൈദ അഫലത്തും പിന്നെ അറഫാത്തിൻ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്ന് നിങ്ങൾ ഇഫാലത്ത് നടത്തി കഴിഞ്ഞു. കോഴിക്കോട്ട് നിന്ന് നമ്മൾ പോയി, പിന്നെയും കോഴിക്കോട്ട് നിന്ന് നിങ്ങൾ പോകൂ എന്നെങ്ങനെ പറയാം? പിന്നെയും അവിടെ നിന്ന് നിങ്ങൾ യാത്ര ചെയ്യൂ. അവിടുന്ന് ഇപ്പോൾ യാത്ര ചെയ്ത് മഷറുൽ ഹറമിൽ എത്തി അള്ളാനെ ഓർക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഓർത്ത് കഴിഞ്ഞിട്ട് സുമ്മ അഫീലു. അപ്പോൾ അതിന് ചില ന്യായങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ഹിമ്മസ് ഗോത്രം, ഏതൊരു ഗോത്രക്കാർ അവിടുന്ന് പോകാൻ മടിച്ചു നിന്നു. അപ്പോൾ അവരോട് പോകാൻ പറയാനാണ് ഈ ആയത്തിറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മുടെ വിഷയമല്ല. ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് സ്വീകരിച്ചോട്ടെ എന്ന്. നമ്മളെന്തിനാ അവരുടെ പിന്നാലെ കൂടിയിട്ട് അങ്ങനെ ഒരു ഗോത്രമല്ല, ആ ഗോത്രക്കാരവിടെ താമസിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, ഹിമ്മസ് ഗോത്രം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവർ അവിടെ നിന്ന് പോകാൻ മടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആയത്തിറങ്ങിയതാണ്. നിങ്ങളും പോവുകയും സുമ്മ അഫീലു എന്ന് പറയുന്ന പിന്നെയും നിങ്ങൾ പോകൂ എന്ന് അവരോട് പറഞ്ഞ അതൊന്നും നമ്മുടെ വിഷയമല്ല. നേരെ മറിച്ച് വൈജ്ഞാനികമായ വിജ്ഞാനത്തിൻ്റെ ഫൈലാന് ഒഴുക്കാണ് നമ്മളിലേക്ക് നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. അതാണ് അറഫാത്ത് എന്ന് പറയുന്നത്. ആ താവ് തുറന്നിട്ടിട്ട താവാണെന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് അതാണ്. അത് ഇപ്പോഴും മബുസൂത്തയാണ്. ആ താവിനെ താവും മബുസൂത്താന്നാണ് ഞങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ പറയല്. താവും മബുസൂത്ത, താവും മർബൂത്ത എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്തതാണെങ്കിൽ മർബൂത്ത, ഇങ്ങനെ തുറന്നതാണെങ്കിലും മബുസൂത്ത എന്നാണ് പറയുന്നത്. അറഫാത്ത് എന്ന് പറയുന്ന ഫാവും അറഫാത്ത് ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ രണ്ടിൻ്റെ ഇടയിൽ, രണ്ട് അറഫയുടെ ഇടയിലും അലിഫില്ല. അറഫ എന്ന് ക്ലോസ് ചെയ്ത താഴിട്ട് എഴുതുകയാണെങ്കിലും ക്ലോസ് ചെയ്യാതെ തുറന്ന് ബാ പോലത്തെ താഴിടുകയാണെങ്കിലും എഴുത്ത് ഒരുപോലെ തന്നെയാണ്. ആ തായിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ ഫൈലാൻ നമ്മളിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഇഫാലത്ത് നമ്മളിലേക്ക് നടത്തിയിട്ട് ഇനി അവിടെ അവസാനിപ്പിക്കരുത് എന്നാണ് പറയണത്. അല്ലാതെ ഒരു പ്ലേസിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര പോയി പിന്നെയും സുമ്മ അഫീലു, പിന്നെയും നിങ്ങൾ അവിടുന്ന് യാത്ര പോകുമെന്ന് എങ്ങനെ പറയാം? പിന്നെയും ആളുകൾ ഒഴുകുന്നതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും ഒഴുകൂ എന്ന് പറയുന്നത് എവിടുന്നാണ്? അറഫയിൽ നിന്ന് പിന്നെയും എങ്ങനെ ഒഴുകണത്? അപ്പോൾ അതിനെ ന്യായീകരിക്കാനാണ് അതൊരു ഗോത്രത്തിൻ്റെ തലയിൽ വെച്ചിട്ട് ആ ഗോത്രക്കാർ പോയിരുന്നില്ല, അപ്പോൾ അവരോട് പോകാൻ പറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതൊക്കെ അങ്ങനെ വിശദീകരിക്കുകയും ഇനി
ഇതിനെ പരിഹസിച്ച് അങ്ങനെ ഇത് ഖുർആനൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ വേറെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതിനൊക്കെ നിഷേധിച്ച് ആൾ. നമ്മളതിൻ്റെ ശരിയായ തലം പരിശോധിച്ച് പറയണേ. അത് കുറച്ച് പണിയുണ്ട്. ഇതിനെ എങ്ങനെയാണ് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഒഴുകിയ ആളുകൾ പിന്നെ അവിടുന്ന് എങ്ങനെയാണ് ഒഴുകുക എന്ന് പറഞ്ഞിട്ട് എന്ത് പൊട്ടത്തരാണ് ഈ പറയണതെന്ന് പറഞ്ഞിട്ട് ഖുർആനിനെ നിഷേധിക്കുകയും പിന്നെ ഒക്കെ നിഷേധിച്ചത് പറയാനേ എളുപ്പമാണ്. അതിന് പഠിക്കൊന്നും വേണ്ട, ചെറിയ പഠനം മതി. നേരെ മറിച്ച് അതിൻ്റെ ശരിയായ ഇഫാലത്ത്, ഫൈലാൻ, ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യരുടെ ഒഴുക്കല്ല, വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെയൊക്കെ ഒഴുക്കാണ് ശരിക്കും ഫൈലാൻ എന്ന് പറയുമ്പോൾ, ഇഫാലത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ യുക്തിഭദ്രമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു ഇഫാലത്ത് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ ആ അറഫ പൂർത്തിയായാലും ഇനിയും അറഫാത്തുകൾ ഒരുപാടുണ്ട് അറിയേണ്ടത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് നടത്തണം. മിൻ ഹൈസു അഫാലന്നാസു, ഈ ആശയത്തെ മറന്നു കളഞ്ഞ ആളുകൾ എങ്ങനെയാണോ ജ്ഞാനത്തെ അവരിലേക്ക് ഇഫാലത്ത് നടത്തിയിരിക്കുന്നത് അതുപോലെ. എത്ര കൃത്യമാണ് കാര്യം. അതാണ് നമ്മളിപ്പോൾ ഒരു വിഷയത്തെ ഇഫാലത്ത് നടത്തി അത് നമ്മുടെ ഒരു യൗമു അറഫയായി ആ വിഷയത്തിൽ. അവിടെ അത് സ്റ്റോപ്പ് ചെയ്യരുത്. സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് അപ്ഡേഷൻ നടന്നിട്ടില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ നമ്മളിൽ പിന്നെ വിജ്ഞാനത്തിൽ നമ്മൾ ആ രംഗത്ത് തകരുക ചെയ്യാം. വൈജ്ഞാനിക രംഗത്ത് പിന്നെ നമ്മൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളോട് അതാ പറയണത്, ചിന്തിക്കരുത് എന്നാണ് പറയണത്. പാരമ്പര്യമായിട്ട് വരുന്നത് എടുത്താൽ മതി. അതാണ് ഇപ്പോഴും ആളുകൾക്ക് ഞാനതാ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഖുർആനിന് സനത് വേണ്ട നിൽക്കാൻ. നമ്മളൊരു വസ്തുവാണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കുക എന്താണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ഗുണമുള്ളതും ആയ വസ്തുക്കളാണെങ്കിൽ, അത് ഭക്ഷണ സാധനമാണെങ്കിലും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും വീട്ടുപകരണങ്ങളാണെങ്കിലും ഏതാണെങ്കിലും ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റിയത് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളത് മേടിക്കും. അല്ലെങ്കിൽ അത് ഒഴിവാക്കും. അതിൻ്റെ ഗുണവും അതിൻ്റെ ഉപയോഗപ്രദമായ ഇതും കണ്ടിട്ടാണ് നമ്മൾ ഏതൊരു വസ്തുവും നമ്മൾ മേടിക്കും. എന്നതുപോലെ തന്നെയാണ് ഈ മുസ്ഹഫ്. പിന്നെ അത് ആരാണ് ഉണ്ടാക്കിയതെന്ന് എഴുതിയതെന്ന് തെരഞ്ഞു പോയി കണ്ടുപിടിച്ചിട്ടല്ല. ഇതിലെ തത്വസംഹിതകൾ മാനവരാശിക്ക് ഗുണകരമാണോ അല്ലേ എന്നുള്ള ഇതിന് നിലനിൽക്കാൻ ഒരു സനത്, ഒരു താങ്ങ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിച്ചിട്ടാണ് നമ്മളിത് സ്വീകരിക്കുന്നത്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ പറയുന്നതാണ് സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസു. ഇതിലെ ഓരോ പദങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഇപ്പോൾ 2 ദിവസം മുമ്പായിട്ട് ഇജ്ലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പിന്നെ അത് ഞാനൊരു ക്ലാസ്സായിട്ട് ഇനി പറയാം. അത് കാരണം അത്രയും കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ ഒരു ഇജ്ൽ എന്ന് പറയുന്നത് തഴ്ജീൽ, ജഅലല്ല തഴ്ജീലാണ്, അത് പശുക്കുട്ടിയല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കബലത്തം മിൻ അസരി റസൂലി എന്ന് പറയുന്നത് റിസാലത്ത് പൂർണ്ണമായിട്ടും അതിൻ്റെ ജൗഹർ റൂഹി, അതിൻ്റെ ആത്മീയതയുടെ സത്തയെ അവർ സ്വീകരിച്ചത് എന്നാണ് ആ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ആ മിന്നൊക്കെ വിശദീകരിച്ചു. മിൻ അസരി. അപ്പോൾ റസൂലിൻ്റെ അസറിൽ നിന്ന് അല്പം മാത്രമേ അവിടുന്ന് എടുത്തുള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു റസൂലിൻ്റെ അസർ എടുത്തത് എന്താ കുറ്റം എന്നാണ് ചോദിക്കണത്. ഞാൻ പറഞ്ഞു റസൂലിൻ്റെ അസറുൽ ഹർക്കി, പ്രവർത്തനത്തിൻ്റെ ഒരു അസറിൽ നിന്ന് അല്പഭാഗേ അവരെടുത്തിട്ടുള്ളൂ. അതിൻ്റെ ജൗഹറു റൂഹിയിലേക്ക് എത്തിയിട്ടില്ല. കബലത്തം മിന റസൂലി എന്നല്ലല്ലോ പറഞ്ഞത്. മിന റസൂലി എന്ന് പറഞ്ഞാലും പൂർണ്ണമാവില്ല. ഇത് മിൻ അസരി. അത് പിന്നെ ഞാനൊരു ക്ലാസ് ആയിട്ട് പറയാം, വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ അതാണ് സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസു എന്ന് പറയുന്നത്. അതാണ് ഈ തത്വസംഹിതയെ, ആത്മീയ ജ്ഞാനത്തെ മറന്നു കളഞ്ഞ നമ്മുടെ ഉള്ളിലൊക്കെ ഈ ദാക്കിറത്തുണ്ട്, ഈ മെമ്മറി.
ആ മെമ്മറിയെ വിസ്മരിച്ച് കളഞ്ഞ ആളുകൾ എങ്ങനെയാണോ ഈ ജ്ഞാനത്തെ അവരിലേക്ക് ഒഴുക്കി പൂർത്തിയാക്കുന്നത്, അതുപോലെ നിങ്ങളും നിങ്ങളിലേക്ക് ഈ ജ്ഞാനത്തെ ഇഫാലത്ത് വീണ്ടും വീണ്ടും ഇഫാലത്ത് നടത്തുക. വസ്തഗ്ഫിറുല്ലാഹ. അങ്ങനെ നിങ്ങൾ അറിവിൻ്റെ പൂർണ്ണത അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാതെ അസ്തഗ്ഫിറു പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുക എന്നല്ല. ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുക എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാഹ്യമായ അർത്ഥം അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. എന്ന് പറഞ്ഞാൽ തേടുക എന്നാണ്. അലിഫും സീനും ഉണ്ടാവുമെന്ന തലബിനാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. വഫറ എന്ന് പറഞ്ഞാൽ ഫറക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കാലിയായിരിക്കുമ്പോഴാണ് ഫറക. വൈദാ ഫറഗത്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഡപ്പയോ കുപ്പിയോ ഏതെങ്കിലും ഒന്നിൽ അതൊന്ന് ഫാരികാകുകയാണെന്ന് പറഞ്ഞാൽ അത് കാലിയാകുക എന്നാണ്. അതിന് എല്ലാം അതിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ പുറത്തു പോകുക എന്നാണ്, ഒഴിവാകുക. അത് ഫാരികാകുക. വഫറ എന്ന് പറഞ്ഞാൽ അതേ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വഫറ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നത് അടച്ചു വെക്കുക. അതാണ് വഫറ. അപ്പോൾ നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ഏതൊക്കെ മേഖലകൾ ഇപ്പോൾ കാലിയായിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ നിങ്ങൾ അതിൻ്റെ പൂർണ്ണത തേടുക എന്നാണ്. അത് നമ്മൾ വളരെ പ്രശസ്തമായ ഒരു ആയത്തുണ്ട്. പിന്നെ നോഹിൻ്റെ ഇത് പറയുന്ന സൂറത്ത് നോഹിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വസ്തഗ്ഫിറു റബ്ബക്കും യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാൻ. വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക. എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, തടസ്സമില്ലാതെ നിങ്ങൾക്ക് അവൻ മഴ വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മളതിനെ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കി. അതിന് 2-3 അട്ടിമറി നടത്തി അത് പാരമ്പര്യമായിട്ട് മഴയാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് യുർസിലു എന്ന് പറയുന്നത് ഇർസാല് റിസാലത്താണ്. അതിനെ യുനസിലു എന്നുള്ള അല്ലെങ്കിൽ യുനസിലു അലൈക്കും എന്നുള്ളത് മാറ്റിയിട്ട് യുർസിലു എന്നുള്ളത് ആക്കി. ആ യുനസിലുവിൻ്റെ അർത്ഥം യുർസിലുവിന് കൊടുത്തു. 2 സമാ എന്നുള്ളതിന് ആകാശം എന്നുള്ളത് മാറ്റി മത്തർ എന്നാക്കി, അല്ലെങ്കിൽ മാ എന്നാക്കി. ഈ 2 അട്ടിമറി നടത്തിക്കൊണ്ടാണ് അതിനെ മഴയാക്കിയത്. ആകാശത്തിനെ മഴയാക്കി. നമ്മൾ പറയണത് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ അപൂർണതകൾ ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ യുർസിലി ഉന്നതമായ ബോധതലത്തിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനങ്ങൾ റിസാലത്തുകൾ അവൻ അയച്ചു തന്നുകൊണ്ടേയിരിക്കും. ആര്? നിങ്ങളുടെ റബ്ബിനോട്. റബ്ബാരാന്നിനി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങളെ വൈജ്ഞാനികമായും സാംസ്കാരികമായും അഖ്ലാഖിയായും അദബിയായും ഇൽമിയായും നിങ്ങളെ തെർബിയത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നവനോട് നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, തേടിക്കൊണ്ടേയിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഉന്നതമായ അറിവിൻ്റെ തലമാണ് അവൻ്റെ സമാ. ആ തലത്തിൽ നിന്ന് അവന് മിദ്റാർ, റദമ എന്ന് പറഞ്ഞ തടസ്സം, മിദ്റാർ തടസ്സമില്ലാതെ അവൻ നിരന്തരം അയച്ചു നൽകിക്കൊണ്ടേയിരിക്കും. അതല്ല പൊറുക്കലിനെ തേടിയ മഴ കിട്ടുമെന്ന് വിചാരിച്ച് അതിന് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കാം. അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ചുരുക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് വേഗം നിർത്തുന്നത്. അങ്ങനെ ആ തുടക്കത്തിൽ പറഞ്ഞു പോയല്ലോ 15 മിനിറ്റിൽ ഒതുക്കുക എന്നുള്ളത്. എന്നിട്ട് തന്നെ 2-3 മിനിറ്റ് കൂടിപ്പോയി. ബാക്കി ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ ഇനി തുടർന്ന് വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ അവ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.